ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈ ഓഗസ്റ്റ് 1 മുതൽ UPIയിൽ അഥവാ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിൽ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി മുതൽ ഒരു ദിവസത്തിൽ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം വഴി 50 തവണ മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് UPI വഴി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ദിവസത്തിൽ 50 പ്രാവശ്യം മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ UPI വഴി ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഫെയിൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് ആ എമൗണ്ട് പേ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റീഫണ്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ദിവസത്തിൽ 3 തവണ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ 90 സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കും. അതായത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫെയിൽ ട്രാൻസാക്ഷൻ കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് അത് ക്ലിയർ ആയോന്ന് ദിവസത്തിൽ 3 പ്രാവശ്യം മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ദിവസത്തിൽ 25 തവണ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ UPI ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമാണ്. ഈ മാറ്റങ്ങൾ ചിലപ്പോൾ ചാർജ് ഈടാക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് UPIയിൽ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ ഹൈപ്പും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.